കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുന്ന അവസ്ഥയിലേക്കാണിപ്പോൾ CPM-ന്റെ തോൽവി അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. 10 വർഷം കൊണ്ട് താൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ പോയി ചികിത്സ നടത്തേണ്ടുന്ന തരത്തിലേക്ക് സ്വയം മാറി എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ആരോഗ്യസ്ഥിതിയെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നും കാണാം. അതായത് കേരളത്തിന്റെ ആരോഗ്യരംഗം പോരാതെയാക്കി. മക്കൾ കോടികൾ സമ്പാദിച്ചപ്പോൾ അതെങ്ങനെയെന്ന ചോദ്യവുമായി ED നോട്ടീസുകൾ ക്ലിഫ് ഹൗസിന്റെ വാതിൽക്കൽ പതിച്ചു. ഇനി ജയിലിനുള്ളിലേക്ക് പോകാതിരിക്കാൻ മോദി കൊത്താശ പാടുന്ന ഒരു CM ആയി കേരളത്തിന്റെ CM മാറി. അല്ലാതെ ഈ കപ്പിത്താൻ സ്വന്തം സംസ്ഥാനത്തിനോ പാർട്ടിക്കോ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് കാണിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മൾ കണ്ടത്. അതിനു പിന്നാലെ തോൽവിയുടെ അപമാനഭാരം താങ്ങാൻ പറ്റാത്ത കമ്മിക്കൂട്ടങ്ങൾ പ്രതിഷേധമായി തെരുവ് കയ്യേറുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തോൽവി മണത്ത ഇക്കൂട്ടർ ആദ്യം ചെയ്തത് പാർട്ടി ഗ്രാമങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ പത്രിക പോലും സമർപ്പിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. കണ്ണൂരിൽ മുക്കിന്റെ മണ്ണിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ അവർ എതിരില്ലാതെ ഞങ്ങൾ വിജയിച്ചേ എന്ന് കൊട്ടിപ്പാടാനും തുടങ്ങി. എന്നാൽ അതേ കണ്ണൂരിനെ UDF-ന്റെ കൈകളിലേക്ക് എത്തിച്ച് ഭദ്രമാക്കാനാണ് ജനം തിരഞ്ഞെടുത്ത മാർഗം. അതുകൊണ്ട് കൂടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ UDF തൂത്തുവാരിയതും. അതിന്റെ ചുരുക്കൊക്കെ ഇപ്പോൾ CPM കോൺഗ്രസുകാരുടെയും UDF-ന്റെയും നേർക്ക് തീർക്കുകയാണ്. ബോംബുകളും വടിവാളുകളും ഒക്കെയായി അങ്ങ് ഇറങ്ങിത്തിരിക്കുന്ന ഈ രീതിയെ ഫാസിസ്റ്റ് രീതി എന്നാണ് സതീശൻ ഇന്ന് കൊച്ചിയിൽ UDF യോഗം ചേരാൻ വന്നപ്പോൾ തുറന്നു പറഞ്ഞത്. അതുമാത്രവുമല്ല, കഴിഞ്ഞ ദിവസമാണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ ആൾക്കൂട്ടം മോഷണത്തിന്റെ സംശയ നിഴലിൽ നിർത്തി ചവിട്ടിക്കൊന്നത്. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയാണ് എന്നോർക്കണം. അവിടെ ജനം നിയമം കയ്യിലെടുക്കുകയാണ്. ആൾക്കൂട്ടക്കൊല എന്നത് ഈ ആഭ്യന്തരത്തിന്റെ ഏറ്റവും വലിയ പിഴവാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രിയും ഈ ചോദ്യം ഇന്ന് ചോദിക്കുന്നത് VD സതീശനോ കോൺഗ്രസോ UDF എന്ന മുന്നണിയോ മാത്രമല്ല, ഇന്നലെ വരെ പിണറായി സ്തുതി ഒരിക്കലെങ്കിലും പാടിയിരുന്ന പ്രമുഖ മാധ്യമങ്ങളാണ് എന്നോർക്കണം. ഇന്നലെയൊക്കെ ഏഷ്യാനെറ്റിന്റെ ചർച്ച തന്നെ കൈക്കൂലിക്കാരെ സംരക്ഷിക്കുന്ന, അത്തരം പോലീസുകാർക്ക് കുട ചൂടുന്ന, ഗർഭിണിയെ തല്ലി ഇല്ലാതാക്കാൻ നോക്കുന്ന സകല കൊള്ളരുതായ്മകളും ചെയ്തു കൂട്ടുന്നവർക്ക് സുരക്ഷയൊരുക്കുന്ന ഒരു ആഭ്യന്തരവും ആ ആഭ്യന്തരത്തിനൊരു മന്ത്രിയും എന്തിനാണ് എന്നതായിരുന്നു. അതേ കാര്യം തന്നെയാണ് ഇന്ന് സതീശനും തുറന്നു ചോദിക്കുന്നത്. എന്തായാലും ആ രംഗങ്ങൾ ഒന്ന് കാണാം. അതായത് നിങ്ങൾക്കറിയാം, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് CPM മേധാവിത്വത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നത്. അതിലെ അസഹിഷ്ണുതയാണ്, UDF തിരിച്ചു പിടിച്ചതിന്റെ അസഹിഷ്ണുതയാണ്. വ്യാപകമായ അക്രമമായിരുന്നു ഇന്നലെ പെരിന്തൽമണ്ണയിൽ. ലീഗ് ഓഫീസ് ആക്രമിക്കുന്ന ഉൾപ്പെടെ. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഇതാണ് ചെയ്യുന്നത് CPM. പാനൂരിലെ മുനിസിപ്പാലിറ്റി കിട്ടിയപ്പോൾ പാനൂരിലെ ആക്രമണം, പയ്യന്നൂരിലെ ആക്രമണം, എവിടെയെങ്കിലും ഇവരുടെ ചില ഗ്രാമങ്ങളുണ്ട് അവിടെ നമ്മൾ നോമിനേഷൻ കൊടുത്താൽ അവരെ ആക്രമണം. എത്ര തരംതാണ രീതിയിലാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് CPM കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പം അവർക്ക് കയ്യൂക്കുള്ള സ്ഥലത്തെല്ലാം അവർ ഈ വൃത്തിയുടെ അവർ ചെയ്യും. അതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കയ്യൂക്കുള്ള സ്ഥലത്തെല്ലാം ഇപ്പോഴും ആ അധികാരവും പോലീസിനെയും ഗുണ്ടകളെയും ക്രിമിനലുകളെ ഉപയോഗിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ ബോംബ് നിർമ്മാണത്തിന്റെ ഇടയിൽ ഒരുത്തന്റെ കൈയേറ്റുപോയി. ഒരു പടക്കം ഉണ്ടാക്കിയാന്ന് പറയാം. ക്രിസ്മസിന് പടക്കം കർമ്മടത്ത് പടക്കം ഉണ്ടാക്കിയപ്പോൾ കൈ പോയാന്ന് പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ ഇതിന് കൂട്ടുനിൽക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ബോംബ് നിർമ്മാണത്തിന് കൂട്ടുനിൽക്കുകയാണ്. ഞാൻ ആരോപണം ഉന്നയിക്കുകയാണ്. സ്വന്തം നിയോജകമണ്ഡലം, സ്വന്തം ഗ്രാമത്തിൽ ബോംബ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രി, പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുകയാണ്. അത് കേരളത്തിലെ CPM ക്രിമിനലുകൾ കൊടുക്കുന്ന സന്ദേശം എല്ലായിടത്തും അടിച്ചോളാനാണ് അല്ലേ. തോറ്റു കഴിഞ്ഞപ്പോൾ പെരിന്തൽമണ്ണ തോറ്റത്രയേ ഉള്ളൂ. ജനവിധിയാണത്. ആ ജനവിധിക്കെതിരായിട്ടാണ് ആക്രമണം അഴിച്ചുവിടുന്നത്. ലീഗ് ഓഫീസ് ആക്രമിക്കുക, അക്രമം അഴിച്ചുവിടുക വ്യാപകമായി. ആരെ ഭയപ്പെടുത്താനാണ് നിങ്ങൾ നോക്കുന്നത്? ഞങ്ങൾ എന്താ പേടിച്ചോടി വീട്ടിൽ പോയിരിക്കുക? നിങ്ങളുടെ ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ജനങ്ങൾ ശക്തമായൊരു താക്കീത് തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് മറക്കണ്ട. അല്ലെന്നെ, അവർക്ക് അസഹിഷ്ണുതയാണ്. തോറ്റത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്. ഞാൻ പറഞ്ഞത് ഇത് ഇടതുപക്ഷമൊന്നുമല്ല, ഇത് തീവ്ര വലതുപക്ഷമാണ്. ഒരു ഫാസിസ്റ്റ് സമീപനമാണ്. ഇത് ഫാസിസമാണിത് ഈ കാണിക്കുന്നത്. എതിരാളികളെ ഇല്ലാതാക്കുക, ഭയപ്പെടുത്തുക, മനസ്സിലായില്ലേ? കേസെടുക്കുക. പരടി ഗാനത്തിന് കേസെടുത്ത് പോയ ഓടിയ വഴിയിൽ പുല്ല് പോലും മുളച്ചിട്ടില്ല. ഇപ്പോൾ ഭാവിയിലെങ്കിലും പുല്ല് മുളക്കില്ല അവിടെ. ആ ഓടിയ വഴിക്ക്, തിരിച്ചോടിയ വഴിക്ക് പാരടി കാലത്തിന് കേസെടുക്കാൻ പോയ പാർട്ടിയല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഇവരെ ഇടതുപക്ഷമല്ല, തീവ്ര വലതുപക്ഷമാണ്. ഫാസിസ്റ്റ് നിലപാടാണ്. അതാണ് ചെയ്യേണ്ടത്. എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്, ഇതര സംസ്ഥാന തൊഴിലാളി ആൾക്കൂട്ട കൊലയുണ്ടായി. നമ്മളെല്ലാം അപമാനഭാരത്താൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. മലയാളികളാണ് അത് ചെയ്തത്.
എന്നതിൻ്റെ നാണക്കേട് നമുക്കുണ്ട്. എൻ്റെ ഉള്ളിലുണ്ട്, അപമാനം ഭാരം നിറയുന്നുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തോട് നമ്മൾ നീതി പുലർത്തണം. കുറ്റക്കാരായ ആളുകളെ കർശനമായ അവരെ ശിക്ഷിക്കണം. ആ കുടുംബത്തിന് ധനസഹായം നൽകണം. കുഞ്ഞു കുട്ടികളാണുള്ളത്. കേരളമാണ് എന്ന് നമുക്ക് പറയാൻ നമുക്ക് അപമാനകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ഈ ഒരേ അടുത്തടുത്താണ് മധുവിൻ്റെ കൂട്ടക്കൊല ഉണ്ടായതിൻ്റെ സമീപത്താണ് ഇതുപോലൊരു കൂട്ടക്കൊല ഉണ്ടായിരിക്കുന്നത്. ഈ ആൾക്കൂട്ടങ്ങൾ തീരുമാനം എടുക്കാൻ പാടില്ല. ആൾക്കൂട്ടങ്ങൾ തീരുമാനം എടുക്കുന്നതിനായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കും.